ഉടമ്പടി ധ്യാനത്തെ അല്ലെങ്കിൽ ഉടമ്പടി പദ്ധതിയുടെ പ്രയോഗങ്ങളെ മറ്റു പ്രാർത്ഥന പദ്ധതി പ്രയോഗങ്ങളുമായിട്ട് ഏറ്റവും ശക്തമായ രീതിയിൽ വ്യത്യാസപ്പെടുത്തുന്നത് നമുക്കറിയാം, അതിൻ്റെ പ്രസൻസ്. ഇത് ഈ ദിവസങ്ങളിലൊക്കെ മനുഷ്യർ കൂടുതൽ പറയുന്നതാണ് പ്രസൻസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ കാഴ്ചയിലൂടെ, ദർശനത്തിലൂടെ, ഗന്ധത്തിലൂടെ, കേൾവിയിലൂടെ, ഇങ്ങനെ ഇന്ദ്രിയമായ രീതിയിൽ, ഇന്ദ്രിയ സ്പർശമായ രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരെ ഒത്തിരി പേര് എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളും തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൈവാനുഭവങ്ങളിലൊന്നാണ് പ്രസൻസ്, സാന്നിധ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ ഈ പ്രസൻസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം പ്രസൻസ് ആൻഡ് പ്രോമിസ്. ഇത് നമുക്ക് കിട്ടുന്ന പ്രസൻസ് ഫീലിംഗ് ഇല്ലേ, ദൈവസാന്നിധ്യത്തിൻ്റെ ഫീലിംഗ്, അത് പ്രോമിസ്ഡ് ആണ്. അതായത് വാഗ്ദാനപ്രകാരമാണ്. ഉടമ്പടിയുടെ പാക്കേജിൽ ദൈവം പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ സമയത്തും. കവനൻ്റ് ആൻഡ് പ്രോമിസ് ആൻഡ് പ്രസൻസ് ഒരുമിച്ച് പോകുന്ന സബ്ജക്റ്റാണ്. കവനൻ്റ് മീൻസ് ഉടമ്പടി, പ്രോമിസ് മീൻസ് വാഗ്ദാനം. അപ്പോൾ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രസൻസ് ആണെന്ന് പറയും. പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. അത് നമ്മൾ പരീക്ഷാ ഹാളിലായാലും കോടതിയിലായാലും അതുപോലെ തന്നെ നമ്മൾ ICUയിലായാലും വെന്റിലേറ്ററിലായാലും ഈ പ്രസൻസ് ഒക്കെയാണ്. അങ്ങനെ പ്രസൻസിൻ്റെ മാത്രം ഒരു 1000-ഓളം സാക്ഷ്യങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ കൃപാസനം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസാണ് പ്രസൻസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ശില്പ എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ സാക്ഷ്യമാണ്. ശില്പയുടെ സാക്ഷ്യത്തിൽ കുറേ സംഭവങ്ങളുണ്ട്, ഉടമ്പടിയുടെ കുറേ വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ഇവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശരീരം തണുക്കും. രോഗമല്ല, വല്ലാത്ത സുഖതമായ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. മുറിയിലായാലും നടക്കുമ്പോഴായാലും പണ്ടില്ലാഞ്ഞ രീതിയിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രസൻസാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്, തണുപ്പായിട്ട്. ഈ പുകയും മഞ്ഞുകണങ്ങളും ഒക്കെ ബൈബിളിലെ പ്രസൻസിൻ്റെ അടയാളമാണ്. മഞ്ഞുകണങ്ങൾ, അതുപോലെ തന്നെ പുക, പരിശുദ്ധമായ പുക, അതെല്ലാം ഈ ബൈബിളിലെ പ്രസൻസിൻ്റെ ഫീലിംഗ്. മേഘങ്ങൾ, കൂടാരത്തിൻ്റെ വാതിക്കൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ കൂടാരം മേഘമായി നിറയും, ദൈവത്തിൻ്റെ സാന്നിധ്യം. ടേക്ക് ദ ബെഡ് അപ്പ്, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമേ
the word of God. പുറപ്പാട് 33:9. പുറപ്പാട് 33:9. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റു പറഞ്ഞേ, മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്കൽ നിൽക്കും. ഇത് മേഘം അതുപോലെ തന്നെയാണ് സീനായ മരമുകളിലെ പുക ഉയരുന്നത് കാണാം. പുക നമ്മൾ ധൂപമൊക്കെ അൾത്താരയിൽ അർപ്പിക്കുന്നത് ഈ മഹത്വത്തിൻ്റെയും മേഘത്തിൻ്റെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുരൂപമായിട്ടാണ് അൾത്താരയിലൊക്കെ നമ്മൾ ധൂപം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ, നമുക്കറിയാം ദൈവമായിട്ട് വരുമ്പോൾ പ്രസൻസിനാണ് കൂടുതൽ നമ്മൾ. പക്ഷേ വി ആർ നോട്ട് ദാറ്റ് ബോദർ. ഇപ്പം അപ്പത്തിൻ്റെ വിഷയം, അതായത് അൾത്താറയിൽ തന്നെ ഈശോ അപ്പത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാനാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഈ അപ്പം കാണുമ്പോൾ എന്നെപ്പോലെ ഇരിക്കുമെന്നല്ല പറഞ്ഞത്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മൈ. എന്നിട്ട് പറഞ്ഞത്, അതായത് ഇത് ദിസ് ഈസ് മൈ ബോഡി. ഇത് റിസംബിൾ ആണെന്നല്ല പറഞ്ഞത്, ബോഡിയെ പോലെ ഇരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ദിസ് ഈസ് മൈ ബോഡി. ദാറ്റ് മീൻസ് ഈ അപ്പം എടുക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം അതിൻ്റെ തെങ്കൾക്കേറ്റ് ചെയ്തിരിക്കണം ദൈവം. കൈയിട്ടിച്ച് കർത്താൻ എന്നും കൂടെ പരിശുദ്ധിയുടെ എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, സ്നേഹമേ എൻ്റെ പ്രിയപ്പെട്ട പുറപ്പാട് 19:17-18 തിരുവചനങ്ങൾ. പുറപ്പാട് 19:17-18. ദൈവത്തെ കാണുന്നതിനു വേണ്ടി പറഞ്ഞേ, ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. അതായത് മേഘം, പുക, മഞ്ഞ് ഇതെല്ലാം സാന്നിധ്യമാണ്. നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാണ്. ഇപ്പം ശില്പ പറഞ്ഞില്ലേ, എനിക്ക് തണുക്കണ പോലെ തോന്നിയെന്ന്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ തണുവ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. ചിലക്കിങ്ങനെ സുഗന്ധം വന്നുകൊണ്ടിരിക്കാം, ചിലക്ക് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പം ശില്പയുടെ തന്നെ സാക്ഷ്യത്തിൽ വേറൊരു സംഭവമുണ്ട്. അവളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരൂപം കുലുങ്ങും. ഭിത്തിയെ കിടന്ന കുരിശുരൂപം ഇങ്ങനെ വിറക്കും. അപ്പോൾ ശില്പ സന്നദ്ധ വിചാരിക്കും, കർത്താവേ പീഡനമാണല്ലേ എന്ന് ചോദിക്കും. പീഡനമാണല്ലേ, ഇനി വരാൻ പോണത് പീഡനം. അതിങ്ങനെ മെസ്സേജാണത്. ഈ കാലത്തൊക്കെ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെന്നൊക്കെ പറഞ്ഞത് സൂക്ഷ്മജീവികളെന്ന് ഞാൻ പറയണത് ബാക്ടീരിയയും അമീബയും അല്ല, ആധ്യാത്മികതയും സൂക്ഷ്മതയുള്ളവരെ. നീ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുഭാഷിതം 5 പറയത്തില്ലേ, സൂക്ഷ്മതയുള്ളവനായിരിക്കണം. അത് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സൂക്ഷ്മത വേണം. അല്ലാതെ വന്ന പോലെ ഉടമ്പെടുക്കാൻ വന്ന ആ മൈൻഡ് സെറ്റിൽ വരരുത്.
ഉടമ്പടി എടുത്തിട്ട് പോകുമ്പോൾ പിന്നെ ഏത് സമയത്തും ദൈവത്തെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സുഭാഷിതം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എൻ്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. വീശിക്കൊണ്ട് ദിവ്യമാ സ്നേഹമേ, സഭാപ്രസംഗകൻ 5:1. സഭാപ്രസംഗം 5:1. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. അപ്പം സൂക്ഷ്മത ഉടമ്പടിയുടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവമായിട്ടല്ലേ, ഈക്വൽ പാർട്ട്ണർ അനുസരിച്ചല്ലേ ഉടമ്പടി ചെയ്തിരിക്കണത്. നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ നിബന്ധനകളെ പാലിച്ചുകൊള്ളാവുന്ന ഒപ്പിട്ടിരിക്കുകയാണ് അല്ലേ, അത് ഒന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പൻ, നിങ്ങളുടെ തരക്കാരല്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? പോക്കിത്തരം കാണിച്ചാൽ പൊട്ടത്തരം കാണിച്ചാൽ പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നായി പറഞ്ഞിട്ട് വരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ഉഴപ്പിട്ടുള്ള ആൾക്കാർ മൈൻഡ് ഇറ്റ് ഈസ് എ വെരി വെരി സീരിയസ് തിങ്. നിങ്ങളൊരു ദൈവമായിട്ട് നിങ്ങളൊരു ഈക്വൽ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ഉടമ്പടി കരാർ ചെയ്തിരിക്കുകയാണ്. അപ്പോഴെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണമെന്ന് കത്തോലിക്കലോട് പറയാൻ കാര്യം? ദേ മസ്റ്റ് ഡു ഇറ്റ് ബൈ നോ മീൻസ്. മറ്റുള്ളവരെന്ന് പറഞ്ഞ് കൈയും കെട്ടിരുന്നാൽ മതിയാ? അല്ല, അവർ മനസ്സാക്ഷിക്കൊപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ദൈവത്തിന് നിരക്കുന്ന നീതിയുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പം ഇന്നലെ ഒരു കുട്ടിയും അമ്മയും കൂടി ഇവിടെ വന്നു. അപ്പോൾ അവളുടെ പ്രശ്നം ഒരു ഡൈവേഴ്സിലാണ്. അപ്പോൾ കുട്ടിയെ ഭർത്താവ് നാട്ടിൽ വിദേശത്തെ ജോലിയും കഴിഞ്ഞിട്ട് അയാൾ നാട്ടിൽ തിരിച്ചു വന്ന് കുട്ടിക്ക് കേസ് പറയാൻ വേണ്ടി പോയി എന്നിവൾ അറിഞ്ഞ്. അപ്പോൾ അയാൾ നാട്ടിൽ വരുന്നതുകൊണ്ട് കുട്ടിനെയും കൊണ്ട് ഇവൾക്ക് കാനഡയിലേക്ക് പായണം. അതിനുടമ്പടി ചെയ്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചോദിച്ചേ, നീ അവിടുന്ന് വഴക്കിട്ട് പോകുന്നതാണ്, നിന്നെ തല്ലിയ ഇടിച്ച കൊണ്ടൊന്ന് ആക്കിയതാണ്. അവൾ മിണ്ടണില്ല. അതാ മനസ്സിലായില്ലേ? അവൾ മിണ്ടണില്ല. നീ നിന്നെ വഴക്കിടിച്ച് കൊണ്ടുവന്ന് ഭർത്താവ് ഉപദ്രവിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ ഇതാക്കിയതാണ്. അതാ നീ തന്നെത്താൻ പോകുന്നതാണ്. അവൾ മിണ്ടണില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? അതാ പ്രശ്നം. ചില പെണ്ണുങ്ങൾക്ക് പ്രസവിച്ച് നാട്ടുകാരെ കാണിച്ചിട്ട് അവർക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാനഡയിൽ പോയാൽ മതി. ഇങ്ങനെ ഒത്തിരി കന്നുകാലികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ദൈവ നിശ്ചയമല്ല. നിങ്ങളെ വെളുക്കാൻ തേക്കണ പാണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് മര്യാദക്ക് ദൈവിക പദ്ധതി എന്താ മനസ്സിലാക്കി അതിനോട് യോജിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. അനുതാപം, പ്രസൻസിൻ്റെ ഈ സംഭവം അതാ. അല്ല നിങ്ങളീ പറഞ്ഞ പോലെ നിങ്ങളെ കാണിക്കുന്ന ഗോപ്ര തട്ടിത്തരങ്ങൾക്കെല്ലാം ദൈവം അവസാന പാടുമെന്നാണ് വിചാരിക്കണത്. നിങ്ങൾ കാണിക്കുന്ന ദൈവത്തിന് നിരക്കാത്ത ജീവിത രീതിക്ക് ദൈവം ആമേൻ പറയുമെന്നാണ് വിചാരിക്കണത്. അനുദപിക്കാതെ there is no other option. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി എടുത്തിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഴമായ അനുതാപം നൽകണമേ. ആത്മാവിന്റെ വലിയ അനുതാപം എന്ന കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമയം സമാഗതമാ സകലരും അനുദപിക്കാം, സർവം സമർപ്പിക്കുവാൻ.
വചനം കേൾക്കുമ്പോൾ ദൈവസ്നേഹം ഫീൽ ചെയ്യുകയും കർത്താവ് ഇത് ചെയ്ത് തരണേ എന്നല്ല പറയേണ്ടത്, കർത്താവ് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത്. സിറ്റുവേഷൻ ഈസ് ദിസ്, ഇതാണ് സിറ്റുവേഷൻ. കർത്താവ് ഇതെനിക്ക് ചെയ്ത് തരണമേ എന്നല്ല പറയേണ്ടത്, കർത്താവ് ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. പട്ടാളക്കാരൻ വന്ന് ചോദിക്കണില്ലേ യോഹന്നാൻ മാന്താവിനോട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അടാ യോഹന്നാൻ്റെ ദൈവവചനം കേട്ടപ്പോൾ, സ്നാപകൻ്റെ ദൈവവചനം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്ന് ചോദിക്കണത് എന്താണ്? പട്ടാളക്കാർ പോരും വന്ന് ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താ പറയണത്? നിങ്ങളെ ശമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം, കിമ്പളമായിട്ട് മറ്റുള്ളവരെ കഴുത്തേക്ക് കയറി കഴുത്തിന് പിടിച്ച് കാശുണ്ടാക്കരുത്. അതാണ് സംഭവം. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. കൂടുതൽ ആരോട് ഈടാക്കരുത്? ചുങ്കക്കാരോടാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ തേതിൽ എഴുതിയിരിക്കണത് എന്താണ്? കൂടുതൽ ആരോടും ഈടാക്കരുത്. ഒന്ന് പറഞ്ഞേ, കൂടുതൽ ആരോടും ഈടാക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ, കൂടുതൽ ആരോടും ഈടാക്കരുത്. ആരോടും എന്നുള്ള സ്ഥലത്ത് എന്തെല്ലാം വരാം. ആരോടാകാം? അപ്പനോടാകാം. കൂടുതൽ ഈടാക്കരുതെന്ന് മനസ്സിലായില്ലേ? കൂടുതൽ ആരോടും അമ്മയോടാകാം, ഭാര്യയോടാകാം. ഭാര്യയാണെന്ന് കെട്ടിപ്പോയത് കൊണ്ട് കൂടുതൽ ഈടാക്കരുത്. അതാണല്ല പ്രശ്നം. കെട്ടിപ്പോയെന്ന് ഒറ്റ കാര്യം കൊണ്ട് കൂടുതൽ ഈടാക്കുകയാണല്ല. ഈ സ്ത്രീധന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണതിനല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? കൂടുതൽ ഈടാക്കാൻ വേണ്ടിയല്ലേ? അമ്മായിയമ്മക്ക് മുതലാകണില്ലല്ല മരുമകൾ കൊണ്ടുവന്നത്. കൂടുതൽ ഈടാക്കാൻ വേണ്ടി, അത് പിടിച്ച് പറിച്ച് സ്വന്തം മകൾക്ക് കൊടുക്കാൻ വേണ്ടി എപ്പോഴും മകനെ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ബൈബിൾ എന്താ പറഞ്ഞത്? കൂടുതൽ ഈടാക്കരുത്. ഒന്ന് പറഞ്ഞേ, കൂടുതൽ ഈടാക്കരുത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്കാ 3:13. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. വ്യാജമായ കുറ്റാരോപണവും അരുത്. വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഈ വേതനം കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ പിന്നെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടത്തില്ല.